ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. 2 ദിവസമായിട്ട് തോരാതെ പെയ്തുകൊണ്ടിരിക്കുക. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല ഇടിയും ഉണ്ട്. അപ്പോഴേ ഈ തണുപ്പും മഴയും എല്ലാം ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശപ്പല്ലേ. എന്തൊക്കെ കഴിച്ചാലും നമുക്ക് വിശപ്പാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കാൻ അങ്ങ് കൊതി വരും കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിലേ ഇച്ചിരി ചിക്കനൊക്കെ എടുത്ത് ഫ്രീസ് മാറാനായിട്ട് വെളി വെച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഒരു പാൽക്കപ്പയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിക്കൻ ഇച്ചിരിയേ ഉള്ളൂ. സൺഡേ വാങ്ങിച്ചതിൻ്റെ ബാലൻസ് ഇച്ചിരി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ അതിപ്പം ഇച്ചിരി കപ്പയും ഇരിക്കുന്നേ, മരച്ചീനി അതും ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇപ്പോൾ ഇച്ചിരി പാൽക്കപ്പയും ചിക്കൻ കറിയും കഴിക്കാമെന്നേ. നല്ല മഴയല്ലേ, അതൊക്കെ കഴിക്കാൻ ഒരു കൊതി. അങ്ങനെ ഞാൻ എന്താണ്ട് ചിക്കനൊക്കെ എടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഐസൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ച് ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി കപ്പയുണ്ടാക്കാം. എന്നാൽ തുടങ്ങാം. ഇപ്പോൾ ഇതാ ചിക്കനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് മസാലയൊക്കെ ചേർക്കുവേ. കുറച്ച് ചിക്കനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു കറിയൊക്കെ, ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുവാണ് കേട്ടോ. വിപുലമായ ചിക്കൻ കറിയൊന്നും വെക്കാനുള്ള ചിക്കനൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കനായിരുന്നേ. അതിനകത്തോട്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അങ്ങോട്ട് ഇച്ചിരി ഒരു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ നേരത്തെ തന്നെ സവാളയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട ഒരു സവാള എടുത്തിട്ടുള്ളൂ. എന്നാലും അത് അധികമാണ് കേട്ടോ. ചിക്കനേക്കാൾ കൂടുതലായി പോവും. എന്നാലും ഇച്ചിരി ഗ്രേവി, ഇച്ചിരി കറി വേണ്ടേ, അത് കാരണം ഒരു സവാള എടുത്തതാണ്. ഒരു 10-15 ചുവന്നുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ നന്നായിട്ട് അരിഞ്ഞ് കറിക്കെടുക്കാം കേട്ടോ. ഇനിയാണെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചി എടുക്കണേ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാനെന്തെങ്കിലേ ഇടികല്ലിനകത്തൊന്നും ഇടിക്കുന്നില്ല കേട്ടോ. എന്തായാലും കട്ടിംഗ് ബോർഡ് കഴിയണം. പിന്നെ അപ്പോൾ ആ ഇടിക്കുന്ന ആ കുഴവി എന്നല്ലേ പറയുന്നത്, ആ ഒരു കൊച്ചു സാധനം ഉണ്ടല്ലേ, അത് വെച്ച് കട്ടിംഗ് ബോർഡിൽ വെച്ച് തന്നെ ഞാനങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ്ടതാ ഈ കൊച്ചു കറിച്ചട്ടിക്കകത്താണ് ഞാൻ ഇപ്പോൾ ചിക്കൻ കറി വെക്കാൻ പോകുന്നത് കേട്ടോ. ഇത് മീനൊക്കെ കറി വെക്കുന്ന ചട്ടിയാണ് കേട്ടോ. അതിൽ വെക്കാൻ വേണ്ടിയുള്ള ചിക്കനേ ഉള്ളതുകൊണ്ട് അതിനകത്തങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ വെക്കാനായിട്ട് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി കറിവേപ്പില വെച്ചാന്ന് ഓർത്തത് കേട്ടോ. അങ്ങനെ ആ ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പോയി കറിവേപ്പില വെച്ച് കൊണ്ടുവരേ. ഞങ്ങൾക്ക് മുട്ടൻ 2 മരമുണ്ട് കേട്ടോ. ഇതേണൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന മുട്ടൻ മരങ്ങളാണ്. ഞാൻ വന്നതിന് ശേഷം, ഇവിടെ വീട് വെച്ചതിന് ശേഷം ഞങ്ങൾ വെച്ച് പിടിപ്പിച്ച കറിവേപ്പ് അത് 2ഉം കേട്ടോ. അങ്ങനെ ദാണ്ട് മഴയൊക്കെ ഇപ്പോൾ ഇച്ചിരി ഒന്ന് തോന്നിയിരിക്കുക കേട്ടോ. നന്നായിട്ട് മുറ്റമെല്ലാം നനഞ്ഞ് കിടക്കുക. അത്രയ്ക്ക് മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം. ആദ്യം ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ച് ഇനി കടുക് പൊട്ടിച്ച് ഇനി വറ്റൽമുളകിട്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് ഒരിച്ചിരി നേരം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാനാണെങ്കിലേ ഈ നോൺ വെജ് കറികളൊക്കെ വെക്കാൻ അത്ര എക്സ്പേർട്ടല്ല കേട്ടോ. പിന്നെ അങ്ങ് വെക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ മക്കൾ പറയും, അമ്മ അത്ര അങ്ങോട്ട് ചിക്കനൊക്കെ വെച്ച് അങ്ങോട്ട് ശരിയാകത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഈ സവാളയൊക്കെ വഴട്ടുന്നത് അത് കൃത്യമായിട്ട് വഴട്ടി നന്നായിട്ട് ചുമപ്പിക്ക് എടുക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു ആദ്യമൊക്കെ കേട്ടോ. ഇപ്പോൾ പക്ഷേ കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ ഒരു വിധമൊക്കെ വെക്കും. പിന്നെ ചിക്കൻ ഇച്ചിരി കുറവല്ലേ, അത് കാരണം ഞാൻ 2 ഉരുളക്കിഴങ്ങും കൂടെ അതിൽ ചേർക്കുകയാണേ. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കപ്പയങ്ങ് നന്നാക്കി എടുക്കാം. ഞങ്ങളുടെ നാട്ടിലൊന്നും കപ്പയെന്ന് പറയത്തില്ല കേട്ടോ. ചീനി അങ്ങനെയൊക്കെയാണേ പറയുന്നത്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കപ്പയെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ചീനിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതിനകത്ത് കുറേ അങ്ങ് കേടായിപ്പോയി കേട്ടോ ഈ ചീനി. അത് കുറേ അങ്ങ് കറുത്തിട്ട് അതെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഇത്രയും ചീനിയെ ബാലൻസ് ഉള്ളായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് ഞുറുക്കിയെടുക്കാം. ഈ നിങ്ങൾക്കൊക്കെ നല്ല സ്പീഡുണ്ടോ ഈ ഞുറുക്കിയെടുക്കുന്നതിന്? എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ്. ചിലപ്പം ഒരു കഷ്ണം ചെറുത് ഒരു കഷ്ണം വലുത് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. വേവുമ്പോൾ എല്ലാം കൂടെ ഒരേ കണക്കായിരിക്കും. പക്ഷേ അമ്മയൊക്കെ ആണെങ്കിൽ പറയും ഒരേ അളവിൽ മുറിച്ചിടണമെന്ന് പറയുമായിരുന്നു. 2 വേവായി പോകുമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാനങ്ങനെ അങ്ങ് മുറിച്ചിടും കേട്ടോ. എന്തായാലും വേവുമല്ലോ, കുക്കറിൽ വെച്ചല്ലേ വേവിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ ദാണ്ട് നമ്മുടെ പാൽക്കപ്പയ്ക്കുള്ള കപ്പയെല്ലാം കഴുകി വരിയിട്ടുണ്ട്. ഇനി ഇത് ഈ കുക്കറിനകത്ത് വെച്ച് ഒരു വിസിൽ കേൾക്കുമ്പം
വേവും കേട്ടോ. നന്നായിട്ട് വേവുന്ന ചിക്കനല്ലല്ലേ, കപ്പയായിരുന്നു കേട്ടോ. അത് ഞാനാണെങ്കിൽ ഞായറാഴ്ച ചിക്കനും കപ്പയൊക്കെ മേടിച്ചായിരുന്നു, അതിൻ്റെ ബാലൻസ് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ദാണ്ട ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് തക്കാളി ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ ചിക്കൻ, കുറച്ച് ചിക്കൻ, ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് ആ ചിക്കനകത്തുള്ള വെള്ളവും കൂടെ ഫ്രിഡ്ജിലും കൂടെ ഒക്കെ ഇരുന്നാൽ അതിന് നന്നായിട്ട് വെള്ളം കാണും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ചെറിയ തീ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലേ ഞാൻ ഈ അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി വെക്കുക കേട്ടോ. മറ്റേത് കൊച്ചു ബർണറാണേ, അതിനകത്തോട്ട് ചിക്കൻ വെച്ചിട്ട് മറ്റേതിനകത്തോട്ട് ചീനിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിൽ നമുക്ക് പാൽക്കപ്പയ്ക്ക് വേണ്ടുന്ന തേങ്ങാപ്പാലൊന്ന് ശരിയാക്കി എടുക്കാം. ഈ അടുത്തിടയ്ക്കാണ് ഈ പാൽക്കപ്പയെന്ന് പറയുന്ന സാധനമൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. ഞാൻ ഒരു വട്ടം കണ്ടേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യം ഒരു ട്രയൽ പോലെ ഞാൻ ഒരു വട്ടം ഒരു 2-3 മാസം മുമ്പൊന്ന് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇപ്പം ഒന്നുകൂടെ വയ്ക്കുന്നത് കേട്ടോ. പണ്ടൊന്നും ഈ പാൽക്കപ്പയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നമ്മുടെ ചെറുതിലേക്ക്. ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ഞാനപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചില്ലേ, അതിനകത്തുനിന്ന് ആ ഒരു മുറിയും പിന്നെ മറ്റേ മുറിയുടെ പകുതിയും കൂടെ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചീനിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ അതിനകത്തോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഈ ചീനിക്കകത്ത് ചേർക്കണം കേട്ടോ. പാൽക്കപ്പയ്ക്കകത്ത് കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കണേ. അതിനു മുമ്പ് നമുക്കാണെങ്കിലേ ഈ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങയ്ക്കകത്തുനിന്ന് അങ്ങ് പാലെടുക്കാം. അത് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സിക്കകത്തൊരു ജസ്റ്റ് കറക്കി അങ്ങ് പിഴിഞ്ഞെടുക്കാം. ഇതിനകത്ത് 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. എല്ലാ പാലും കൂടെ ഒന്നിച്ച് 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ഒറ്റ പാലായിട്ട് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ 1-ാം പാല് വേറെ 2-ാം പാല് വേറെ അങ്ങനെയൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് ഇത്രയും പാത്രമായി വീണ്ടും. ഇനിയാണെങ്കിലേ പാൽക്കപ്പയ്ക്കകത്തോട്ട് വേണ്ടുന്ന ഒരു 3-4 വെളുത്തുള്ളിയും ഒരു 5-6 പച്ചമുളകും ഒരു 10-15 ചുമന്നുള്ളി, ഇതും കൂടെ അങ്ങ് ഞാനെങ്കിൽ കട്ടിംഗ് ബോർഡിനകത്ത് വെച്ച് അങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേതും കൂടെ പിന്നെ കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് വെച്ച് അങ്ങ് ചതച്ചെടുത്തത് കേട്ടോ. ഇതാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചതച്ചെടുത്താൽ മതി. മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയാലും മതി, പക്ഷേ അതങ്ങ് അരഞ്ഞു പോകരുത്. നമ്മൾ മിക്സിക്കകത്തിട്ട് അരയ്ക്കുമ്പോഴേ അങ്ങ് ചിലതങ്ങ് ഉള്ളിയൊക്കെ ചിലതങ്ങ് അരഞ്ഞു പോകും കേട്ടോ. ഇനി ഇതാണെങ്കിലേ നമുക്കത് കടുക് പൊട്ടിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ നഖത്തിനകത്തുനിന്ന് ചെറുതായിട്ടൊരു പിച്ചാത്തി കൊണ്ട് അതാണ് ഞാൻ നോക്കിയത് കേട്ടോ. അങ്ങനെ പാൽക്കപ്പയ്ക്ക് വേണ്ടുന്ന കപ്പെല്ലാം അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിനകത്തോട്ട് പച്ചമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണേ ആ കപ്പയെല്ലാം. ഇപ്പം നല്ല നമ്മൾ കപ്പ കുഴയ്ക്കത്തില്ലേ, നമ്മൾ കപ്പ കുഴച്ചെടുക്കത്തില്ലേ, അതിന് നമ്മളിങ്ങനെ ഒന്ന് ഉടയ്ക്കത്തില്ലേ, അതേ കണക്ക് നമ്മുടെ ആ തവി എങ്ങാണം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പാലുണ്ടല്ലേ, അതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. അത് മൊത്തവും ചേർക്കണ്ട, ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കണേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരാൻ വേണ്ടി. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ ആണെങ്കിൽ ചീനി വേവിക്കാൻ നേരവേ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് കുറുകി വരണം. ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലേ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ. പിന്നെ ഒരു വറവിട്ട് കൊടുത്താൽ മതി. ഈ പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, എപ്പോഴും ഞാനിത് യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഒരിക്കലാണെങ്കിൽ ഇത് യൂസ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അതിങ്ങനെ പാത്രം ഇങ്ങനെ പൊക്കി എടുക്കാൻ നേരേ അതിൻ്റെ ആ പിടിയങ്ങ് അതങ്ങ് വിട്ടുപോയി. അതെല്ലാം കൂടെ ചൂടുവെള്ളം എല്ലാം കൂടെ അങ്ങ് വീഴുകയൊക്കെ ചെയ്തു. അത് കാരണം എനിക്ക് ഭയങ്കര പിടി. ഇങ്ങനെ ജസ്റ്റ് അടുപ്പി വെച്ച് ഇങ്ങനെ പിടിക്കാൻ മാത്രമേ ഞാൻ അതെടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കടുവെല്ലാം വറുത്തിട്ടിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്